അല്ലല്ല വൈഷ്ണവി, ഞാൻ മോശമായിട്ട് എന്തെങ്കിലും പറഞ്ഞു ജാടയാണെന്നല്ലേ ചോദിച്ചോളൂ. സ്റ്റോപ്പ് ചെയ്യണം. നിനക്ക് താല്പര്യം ഇല്ലെങ്കിൽ നീ മൈക്കൂരി കൊടുത്തിട്ട് പോകും. അല്ല പിന്നെ പുള്ളി ചിലപ്പോൾ സംസാരിക്കാൻ നിങ്ങളുടെ ചോദ്യം ഇഷ്ടപ്പെട്ടാണില്ല. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയാനുള്ളൂ. ഞാൻ ചൊറിയുന്ന ചോദ്യം ചോദിക്കാറില്ല. ഞാൻ ചൊറിയുന്ന ചോദ്യങ്ങളൊന്നും ചോദിക്കാറില്ല. വൈഷ്ണവി, തെറ്റുണ്ടോ? അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ കാര്യങ്ങളല്ലേ. ഞാൻ എന്റെ ജോലി ഇയാൾ പറയേണ്ട കാര്യമില്ല, ഞാൻ ചെയ്യും. അത് ഇയാൾ പറയേണ്ട ആവശ്യമില്ല. അല്ല, അത് പേഴ്സണൽ എന്നുള്ള ഇന്റർവ്യൂ കൊടുക്കാൻ പറ്റാത്ത എന്താ പേഴ്സണൽ കാര്യമൊന്നുമല്ല. ഇന്റർവ്യൂ കൊടുക്കാൻ പറ്റാത്ത എന്താ എനിക്ക് താല്പര്യമില്ലാത്തേ ഉള്ളൂ. അത് പറയാം. പേഴ്സണൽ കൺസേൺ എന്താ? ഇന്റർവ്യൂ കൊടുക്കാത്ത എന്താ? ഇയാളെന്തോ അത്ര വലിയ ആർട്ടിസ്റ്റാണോ? മഞ്ജു വാര്യരാണോ? അതോ വേറെ വല്ലതും? മഞ്ജു വാര്യർ ഇഷ്ടം പോലെ ഉണ്ട്. മഞ്ജു ചേച്ചിക്ക് എന്നൊരു ജാട എന്നൊരു സംഭവം ഇല്ല. ഹലോ, ഹായ്, നമസ്കാരം. പുതിയ ഹീറോ ഒക്കെ ആയപ്പോൾ പുതിയ ഹീറോ അല്ലേ? ഒന്ന് പരിചയപ്പെടുത്തും, നമ്മുടെ പ്രേക്ഷകർക്കായിട്ടൊന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് നവനീത് സജി. ഞാനിപ്പം വളരെ യാദൃശ്ചികമായിട്ടാണ് ഇതിലേക്ക് എത്തിപ്പെടുന്നത്. രണ്ടിലും ഫാമിലിയിലേക്ക് ഓൾമോസ്റ്റ് ഒരു ഇവരുടെ ഈ പരമ്പരയുടെ യാത്രയുടെ ഒരു പകുതിക്കാണെന്നൊക്കെ പറയാം. എനിവേ വലിയൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് ഞാനിത് കാണുന്നു. എൻ്റെ പ്രൊഡ്യൂസേഴ്സിനും ബാക്കി ഇതിൻ്റെ എൻ്റെ ക്രൂവിനും എൻ്റെ എല്ലാവരും നന്ദി. അതുപോലെ തന്നെ വളരെ എന്താ പറയുക, ഫ്രണ്ട്ലിയാണ് എല്ലാവരും, വളരെ സപ്പോർട്ടീവാണ്. ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. അപ്പോൾ താങ്ക് യു സോ മച്ച്. എന്തായാലും പരിപാടി ഉഷാറാക്കാം. അപ്പോൾ ഇവിടെ കൂടെ ചോദിച്ചിട്ട് നമുക്ക് ഒരുമിച്ച് പോകാം അല്ലേ? താങ്കളെ ഇവിടെ ഒന്ന് പരിചയപ്പെടുത്താം. ഹായ്, ഞാൻ അഭിജിത്ത്. ഇപ്പോൾ സിയിൽ തന്നെ രണ്ടാമത്തെ പ്രോജക്റ്റാണിത്. നമ്മൾ രണ്ടിലും ഇതിൽ ഡോക്ടർ ഗോവിന്ദൻ്റെ ക്യാരക്ടർ ചെയ്യുന്നു. നല്ലൊരു ബ്രേക്ക് ത്രൂ കിട്ടിയ ഒരു ക്യാരക്ടർ തന്നെയാണ് നമ്മൾ രണ്ടിലും. അതുപോലെ തന്നെ നമ്മുടെ കോ ആർട്ടിസ്റ്റുകളെല്ലാവരും ആൾറെഡി അറിയായിരുന്നു, ബട്ട് ഒരുമിച്ച് വർക്ക് ചെയ്യാൻ ആദ്യമായിട്ടായിരുന്നു. അപ്പോൾ ഒരു ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ ഉണ്ടല്ലോ, അത് നമുക്ക് അതെ ഇവിടെ ഒരുപാട് പേരുണ്ട്. അമല് എല്ലാവരും നല്ല ഫ്രണ്ട്ലി ജോളിയായിട്ടാണ് നമ്മൾ പോകുന്നത്. അമൽ എന്താ ചെയ്യുന്നതിനകത്ത്? അമല് രാജു എന്നൊരു ക്യാരക്ടർ. അമല് ഞങ്ങൾ സുഹൃത്തുക്കളാണ്. ഞങ്ങളൊരു ഗ്രൂപ്പില് ഫസ്റ്റ് ടൈമാ കാണുന്നെങ്കിലും ഒരു ഗ്രൂപ്പിലുണ്ട് ഇല്ലേടാ? മാസ്ക് നീ ഇത്ര വലിയ നടനാണ് അറിഞ്ഞില്ലായിരുന്നു. മീഴാണ്ട് ലൊക്കേഷനിലെ നമ്മുടെ മീഴാണ്ട് പ്രൊഡ്യൂസറിന്റെ മകന്റെ അതായത് സോളി, അതായത് ആദ്യ കുർബാനയ്ക്കാണ് നമ്മളെല്ലാം കൂടിയിരിക്കുന്നത്. ഇപ്പൊ ഇവിടെ ആർട്ടിസ്റ്റുകളെല്ലാം വന്നുകൊണ്ടിരിക്കുകയാണ്. വന്നപ്പോ തന്നെ അഭിജിത്ത് അല്ലേ, അഭിജിത്ത് എന്നോട് പറഞ്ഞു എന്നെ കണ്ടിട്ടുണ്ടെന്ന്. വളരെ സന്തോഷം. അപ്പൊ രണ്ടുപേരത്തായിട്ട് ഞാൻ ഇന്ന് രാവിലെ കൂടെ കണ്ടു പുള്ളി എഫ് ബിയിൽ ആരോ പള്ളു വിളിക്കുന്നു. അല്ല, അത് തന്നെ ഉള്ളു, എഫ് ബിയിൽ അതേ ഉള്ളു, തെരയേ ഉള്ളൂ. പിന്നെ പറയൂ, ഒരു നായകനായ ശേഷം ഉള്ളൊരു ജേണി എങ്ങനെയാണെന്ന് പറയാമോ? നായകനാകാന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ആക്ച്വലി ടഫ് എന്ന് ഞാൻ പറയും. കാരണം ഇവർ ഓൾറെഡി ഈ ട്രാക്കിൽ ഉള്ളതാണ്. അപ്പോൾ വന്നു കഴിയുമ്പോഴേക്കും ഇതിലേക്കൊന്ന് സിങ്ക് ആവുന്ന പ്രൊസീജിയറൊക്കെ കുറച്ച് ടഫായിരുന്നു. പക്ഷേ ലൊക്കേഷനിൽ എന്താ പറയുക, നമുക്ക് ആ ഒരു ലേണിംഗ് മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ അത് നമുക്ക് അങ്ങനെ ആ ട്രാക്കിലേക്ക് വരാൻ പറ്റുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓൾസോ ഇവർ ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. ഇപ്പോൾ രാജു ആയാലും അതുപോലെ തന്നെ ഗോവിന്ദ് എന്നുള്ള ക്യാരക്ടർ ആയാലും എല്ലാം ഇവർ ആ ക്യാരക്ടറായിട്ടുള്ള ഒരു സിങ്ക്, സഞ്ജു എന്നുള്ള ഒരു ഇതിലേക്ക് വരുമ്പോഴേക്കും പിന്നെ എത്രയായാലും എന്താ പറയുക, ഒരു ലൈഫിലൊരു വഴിത്തിരിവെന്ന് തന്നെ ഞാൻ കാണുന്നു. വലിയൊരു മൈൻഡ് സ്റ്റോൺ തന്നെയായിരുന്നു. കാരണം ഇതിന് ശേഷം എനിക്ക് വന്നിരിക്കുന്ന പല ഓപ്പർച്യൂണിറ്റീസും കാര്യങ്ങളും എല്ലാം ഇതിന്റെ വളരെ പോസിറ്റീവായിട്ടുള്ള ഇമ്പാക്ട് എന്നുള്ള രീതിയിൽ തന്നെ ഞാൻ കാണും. അല്ല, ഞാൻ ആക്ച്വലി മൂവീസും ആഡ്സും ആണ് ഹീറോ. അതെ, ഹീറോ ആയിട്ട് ഒരു സീരിയലിലേക്ക് എന്നുള്ള രീതിയിലേക്ക് ഞാൻ ഫസ്റ്റ് ടൈം വന്നത് തന്നെ ഒരു മിനി സ്ക്രീനിൽ ഞാൻ ഹീറോ ആയിട്ടാണ് പ്ലേസ് ആവുന്നത്. മുമ്പ് ചെയ്തിരിക്കുന്നത് ചെറിയ ഒരു കോമഡി ബേസ് ചെയ്തിട്ട് 2 എപ്പിസോഡ്സ് വീക്കിലി ഉള്ള സംഭവങ്ങളായിരുന്നു. പക്ഷെ ഒരു ത്രൂ ഔട്ട് ഒരു സീരിയലിൽ ഒരു ഹീറോ ആയിട്ടൊക്കെ പ്ലേസ് ആയെന്ന് വരാന്ന് പറഞ്ഞാൽ വലിയൊരു അനുഗ്രഹമായിട്ട് തന്നെ കാണുന്നു. ഈ ഒരു ക്രൂവിൽ നിന്ന് എല്ലാവിധ താങ്ക്സ് ഞാൻ അറിയിക്കുന്നു. ഇതിന്റെ കോ ആർട്ടിസ്റ്റുകൾക്കും അതുപോലെ തന്നെ എൻ്റെ ക്രൂവിനും നന്ദി അറിയിക്കുന്നുണ്ട്. അഭിജിത്തിലേക്ക് പോകാം. അഭിജിത്ത് എന്തായാലും അഭിജിത്ത് എൻ്റെ ഒരു ഫാൻ ആയി കഴിഞ്ഞു. പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, എന്റെ തെറി കണ്ടിട്ട് ഫാനായി എന്നെ തെറി വിളിക്കുന്നത്. അഭിജിത്തെ പറ, ഈ ഒരു സീരിയലിലേക്ക് രണ്ടാമത്തെ സീരിയലാണ് സി കേരളത്തിന്റെ സീരിയൽ രണ്ടാമത്തെ. അപ്പൊ ഒത്തിരി റെസ്പോൺസിബിലിറ്റി കൂടിയ ഒരാളാണ് അല്ലേ? അപ്പൊ ഹൗ ഡു യു ഫീൽ? എന്താ പറയാ, ലൈക്ക് എന്ന് വെച്ചാൽ ഇത് പറയണമെങ്കിൽ ഇതിന് മുന്നത്തെ ക്യാരക്ടറിനെ പറ്റി പറയണം. സാഗറിനെ വെച്ചിട്ട് അതിൽ നിന്ന് ഭയങ്കര ഡ്രാസ്റ്റിക് ചേഞ്ച് ആയിട്ടാണ് ഇതിൽ എന്നെ കാസ്റ്റ് ചെയ്യുന്നത്. മീൻസ് എനിക്കൊരു 2 months ബ്രേക്ക് ഉണ്ടായിരുന്നു. ആ ടൈമിന് എൻ്റെ ലുക്കൊക്കെ ചേഞ്ച് ആയി, നല്ല രീതിക്ക് കുറച്ചുകൂടെ ഫിറ്റായി. അപ്പോൾ
അപ്പോൾ എൻ്റെ ഫോട്ടോ കണ്ടപ്പോൾ ഫോട്ടോ മീൻസ് അവരാദ്യം എൻ്റെ അടുത്ത് പറഞ്ഞു ഇപ്പോൾ എൻ്റെ കറണ്ട് ലുക്ക് ഒന്ന് അയക്കാൻ പറഞ്ഞു. അപ്പോൾ കണ്ടപ്പോൾ ഇനി ഒന്നും ചെയ്യാൻ നിൽക്കണ്ട, നേരെ പോരെന്ന് പറഞ്ഞു ലൊക്കേഷനിലോട്ട്. പിന്നെ കുറച്ച് എന്താ പറയുക, നമ്മളെ കോസ്റ്റ്യൂം ട്രയലൊക്കെ നോക്കി. ഓക്കെ, അവർക്ക് ഇതിന്റെ അപ്പുറം ഇനി വേറെ കാസ്റ്റിംഗ് വേണ്ടെന്ന് പറഞ്ഞു. പറഞ്ഞല്ലേ? സീൻ തന്നെ പറഞ്ഞു. ഇതിനപ്പുറം ഇല്ല. ഇല്ല. പിന്നെ സത്യം പറയണം. കോടിച്ചാർ ചെയ്യണ സമയത്ത് ഓഡീഷൻ വഴിയാണ് എടുത്തത്. ഓഡീഷനിൽ ഞാനല്ല, എൻ്റെ ഒരു സുഹൃത്തിന്റെ ഇവിടെ സെക്കൻഡ് ഹീറോയിന് വേണ്ടി ഓഡീഷൻ നടക്കുന്നുണ്ട്. സുഹൃത്തിന്റെ കൂടെ വന്ന സമയത്ത് ഡയറക്ടർ നസീർ സാർ എന്നെ കാണുകയും സാറ് ഈ വേറെ ക്യാരക്ടറിന് വേണ്ടിയാണ് എന്നെ വിളിച്ചത്. ലച്ചു എന്നുള്ള നായികയുടെ നസീർ സാറ് നായികയുടെ ചേട്ടനായിട്ടുള്ളത്. അതൊരു കാലുവേത്തൊരു ക്യാരക്ടറായിരുന്നു. പക്ഷെ അത് ഒറിജിനൽ അങ്ങനെ ഒരാളെ കിട്ടിയത് കൊണ്ടും അച്ഛൻ്റെ പേര് അഭിചേട്ടൻ, ആ ചേട്ടൻ നന്നായിരുന്നു. പിന്നെയാണ് ഈ ക്യാരക്ടർ ഇപ്പോൾ ഒരു ഷെഡ്യൂൾ വേറെ ആളാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഒരു ഷെഡ്യൂളിന് ശേഷം എന്നെ വിളിച്ചു. ഇപ്പം സ്ഥിരമായി ഇപ്പോ ഒരു 2 വർഷമായി. അതല്ല സംഭവം. ഞാൻ നോക്കിയപ്പോൾ 3 തരത്തിലുള്ള പെർഫ്യൂം അടിച്ചവൻ. ഒരെണ്ണം അൺട്രാംസിൽ അടിച്ചു, ഒന്ന് ഇവിടെ അടിച്ചു, ഒന്നല്ലാതെ ബാക്കിലും അടിച്ചു. അത് പല സംഭവം എനിക്ക് മനസ്സിലായില്ല. പല ആൾക്കാരല്ലേ പറഞ്ഞത്. അപ്പം അതൊക്കെ ശ്രദ്ധിച്ചല്ലേ നിങ്ങള്? വണ്ടി തൊട്ടപ്പുറം. എന്തായാലും വളരെ സന്തോഷം കേട്ടോ. നമുക്ക് ഡീറ്റെയിലിംഗ് ആയിട്ട് നമുക്കൊരു ഇന്റർവ്യൂ എടുക്കണം. ഉറപ്പായിട്ടും കുറച്ച് വൈറലാക്കണം എല്ലാം കൂടെ. വേണ്ടേ? അന്ന് എയറിലാണ്. ഇനി എവിടെ പോകാനാണ്? സ്പേസിലേക്ക് പോയിട്ട് വരും. സൂര്യാകാശമാണ്. എനിക്ക് ഏറെ എപ്പോഴും ഇഷ്ടം. വളരെ സന്തോഷം. നൈസ് മീറ്റ്. അപ്പോൾ നിങ്ങളെ പോലുള്ള ചെറുപ്പക്കാരാണ് ഇനി സീരിയൽസിന് ആവശ്യം. എന്നെ പോലുള്ള ആൾക്കാർ വേണം. വില്ലൻ ലുക്ക് ചെയ്യണ്ടേ? വില്ലൻ റോൾ ചെയ്യണ്ടേ? അത് നിങ്ങൾ പറയുമെന്ന് വിചാരിച്ചു പറഞ്ഞില്ല. ഇനി ഞാൻ ഒരു കാര്യം പറയട്ടാ. ആ തൊപ്പി എടുക്കണമെന്ന് പറഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി തൊപ്പി ഇഷ്ടപ്പെട്ടില്ലെന്ന്. നീ അത് കണ്ടില്ലേ? തൊപ്പി കമന്റ് ഇടുക. തൊപ്പി ഇട്ടതാണോ തൊപ്പി ഇടാത്ത അഭിജിത്താണോ നല്ലത്? അപ്പൊ വളരെ ഹാപ്പി. നമ്മളെല്ലാവരും അടിച്ചു കൊടുക്കും. ഇനി ആൾക്കാർ വരാറുണ്ടല്ലേ? ഉണ്ടോ? ഒത്തിരി പേര് വരാറുണ്ട്. അപ്പൊ നമുക്ക് ഡീറ്റെയിലിംഗ് ആയിട്ട് നമ്മുടെ ലൊക്കേഷനിൽ വന്നിട്ട് നമുക്ക് ഇന്റർവ്യൂ എടുക്കണം. രണ്ടുപേരും എന്താ ചെയ്യുന്നത് അത് ചോദിച്ചില്ല. എന്താ ചെയ്യുന്നത്? ആക്ച്വലി ഞാൻ റൈറ്ററും കൂടിയാണ്. ഞാൻ ക്രിയേറ്റീവ് റൈറ്ററായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. സോ ഇപ്പോൾ ഇതിലേക്ക് ഫുൾ സിംഗ് വന്നപ്പോഴേക്കും എനിക്ക് റിസൈൻ ചെയ്യേണ്ടിയൊക്കെ വന്നു. ജോബിൻ്റെ കാര്യത്തിലാണ്. ഇപ്പോൾ അങ്ങോട്ട് സ്ക്രിപ്റ്റ് ചെയ്യുന്നുണ്ട്, അത് കംപ്ലീറ്റ് ചെയ്യണം, കുറേ മൂവി. സോ അതുപോലെ തന്നെ ഇനിയിപ്പം ബാക്കിയുള്ള പ്രോജക്ട്സ് ഒക്കെ നോക്കണം, എങ്ങനെയാണെന്നുള്ള ഡിസ്കഷൻ ഒക്കെ നടക്കുന്നു. തീർച്ചയായിട്ടും നടക്കട്ടെ. വളർന്നു വരുന്ന ഒരു കലാകാരനാണ്. നമ്മുടെ സപ്പോർട്ട് മൂവികളുടെ മീഡിയ നമ്മുടെ മിനി സ്ക്രീൻ എപ്പോഴും കൂടത്തിനൊക്കെ കേട്ടോ. മിനി സ്ക്രീനാണ് നമ്മുടെ നിങ്ങളാണ് ഞങ്ങളുടെ ബാക്ക് ബോൺ. തീർച്ചയായിട്ടും മൂവികളുടെ മീഡിയയും കാണും കേട്ടോ, എപ്പോഴും കാണും. അഭിജിത്തിന്റെ ഞാൻ നേഴ്സാണ് ആക്ച്വലി. വർക്ക് ചെയ്യുന്നില്ല ഇപ്പൊ, ഫുൾ ടൈം ആക്ടിങ് കാര്യങ്ങൾ. ഇഞ്ചക്ഷൻ എടുക്കാറുണ്ട് ആദ്യം തൊട്ടത്. തലയിറങ്ങി വീണ ഞാനെന്താണ് പ്രൊഫഷണൽ മിമിക്രി ട്രൂപ്പുകളിൽ എന്താ ചെയ്യുന്നത്? മിമിക്രിയില് ചെയ്യണത് സ്കിറ്റാണ് കൂടുതലും ചെയ്യുന്നത്. താരങ്ങളുടെ ആരെങ്കിലും ലിമിറ്റേഷൻ ചെയ്യും ചേട്ടാ. ഈ തൊണ്ടയിൽ ചെയ്ത ഏതെങ്കിലും ചെയ്യും നോക്കട്ടെ. ഏതെങ്കിലും ചെയ്യും. അപ്പോൾ നമ്മുടെ മിഡിനാണ്ട് സീരിയലിലെ നായികയാണ് എന്നോടൊപ്പം ഉള്ളത്. അപ്പം നേരത്തെ 2 കഥാപാത്രങ്ങൾ ഓൾറെഡി നമ്മുടെ 2 പേരും കൂടെ ഉണ്ട്. നിങ്ങളുടെ കഥാപാത്രത്തിന്റെ പേരെന്താ? രാജുവും രാധയോ? അല്ല, രാജു ഗോവിന്ദും. ചുമ്മാ പറഞ്ഞേ. അപ്പോൾ ഇവിടെ വൈഷ്ണവേഷയുടെ കഥാപാത്രത്തിന്റെ പേരെന്താ? സ്വാതി. അപ്പോൾ നമ്മളിപ്പോൾ എന്തിനാണ് ഇവിടെ കൂടിയിരിക്കുന്നത് ഈ ചർച്ചിലൂടെ? കോട്ടയത്ത് നമ്മളെന്താണ് ഈ സ്ഥലത്തിന്റെ പേരെന്തായിരുന്നു? പറയൂ. ഇവിടെ ഞങ്ങളുടെ സീരിയലിന്റെ പ്രൊഡ്യൂസറിന്റെ കുഞ്ഞിന്റെ ഫസ്റ്റ് മാമോദീസ് ഫസ്റ്റ് കുർബാന. അതന്നെ. അതല്ല, ശരി. ആദ്യ കുർബാന കൂടാൻ വന്നേ. കഥാപാത്രത്തെ കുറിച്ച് കഥാപാത്രം എന്താണ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത്? എന്താണ് കഥാപാത്രം എന്താണെന്ന് അല്ല, അഭിജിത്തിന് മനസ്സിലായില്ല എന്താ കഥാപാത്രം പറഞ്ഞത്? കഥാപാത്രം എന്താണ്? എടേ, അറിയാത്ത ആൾക്കാർ എന്തിനാണ് വിളിച്ചത്? ഒന്നാമത് അഭിജിത്ത് ഇവരെ ആർക്കും അറിയത്തില്ല. നിങ്ങളെയൊക്കെ കണ്ട് പരിചയമുണ്ട്. നിന്നെ കണ്ട് പരിചയമുണ്ട്, കോമഡി സ്റ്റാർസിൽ കണ്ട് പരിചയമുണ്ട്. അപ്പോൾ അറിയാത്ത ഒരാളെ എന്നെപ്പോലുള്ള ആളൊന്ന് എടുക്കുമ്പോൾ ഞാൻ വലിയ ആളെന്നല്ല പറഞ്ഞു കേട്ടോ. അപ്പോൾ കുറച്ചൊക്കെ അപ്സരയുടെ ലുക്ക് ഉണ്ടല്ലേ? നമ്മുടെ ബിഗ് ബോസിൽ അപ്സര അല്ലേ? അതേ ഒരു സ്റ്റൈലുണ്ട് അല്ലേ അഭിജിത്ത്? അപ്സരയുടെ ലുക്ക് ഇല്ലേ നമ്മുടെ ബിഗ് ബോസിൽ? അതിന് ചോദ്യം ഇത്രയാണ്, എന്താണ് ഇതിൽ കഥാപാത്രം ചെയ്യുന്നത്? കഥാപാത്രം എന്ന് പറഞ്ഞാൽ ഒരു പാവമാണ്, എന്നാൽ ബോൾഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അത്രേ ഉള്ളൂ. അതാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ളൊരു. ഇന്റർവ്യൂ എത്ര കൊടുത്തിട്ടുണ്ട്? ഇന്റർവ്യൂ കുറച്ചേ കൊടുത്തിട്ടുള്ളൂ. ഞാൻ അങ്ങനെ ഇന്റർവ്യൂ കൊടുക്കാറില്ല. എന്തുകൊണ്ടാണ്? ഇൻട്രസ്റ്റ് ഇല്ലാത്തല്ല, ജാടയാ. അതുകൊണ്ട് തന്നെ കറക്റ്റാണ് ഞാൻ പറഞ്ഞ. കറക്റ്റ് അല്ലേ? വിളിച്ചൊരു അല്ലടാ, പിന്നെടാ ഞാൻ ചോദിക്കട്ടെ. ഞാൻ ട്രിവാൻഡ്രത്തുനിന്ന്
ഞാൻ ട്രിവാൻഡ്രത്ത് നിന്ന് ഒരു മിനിറ്റ് നീ അത് ആലോചിക്ക്. ട്രിവാൻഡ്രത്ത് നിന്ന് ഞാൻ ഇത്രയും ദൂരം നിങ്ങളെയൊക്കെ കവർ ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ വന്നത്. അപ്പോൾ നമ്മളോട് എങ്ങനെ സംസാരിക്കണം? അല്ല അണ്ണ നമ്മളോട് സംസാരിച്ചാണല്ലോ അവളോട് സംസാരിക്കും. പറയട്ടെ, ആ പുള്ളിക്കാരൻ എങ്ങനെ എന്നോട് പറഞ്ഞു? എൻ്റെ കൺട്രോളർ പറഞ്ഞു എന്താ? അതല്ല അണ്ണ, അത് നമ്മളോട് സംസാരിച്ചാണല്ലോ സംസാരിക്കണം. അത് ലേഡീസ് ആയതുകൊണ്ടാണോ ജാടയാണോ നമ്മുടെ ഇങ്ങനെയല്ല. ഞാൻ സംസാരിക്കും, ഞാൻ നിന്റെ അടുത്ത് സംസാരിച്ചു. എനിക്ക് നിങ്ങളെ മുമ്പേ അറിയാല്. എന്റെ അടുത്തല്ല സംസാരിച്ചു, അവളെ പറ്റി തന്നെ. പക്ഷെ എന്ത് സംസാരിച്ചാൽ ഏത് രീതിക്ക് സംസാരിച്ച്? അല്ലല്ല വൈഷ്ണവി, ഞാൻ മോശമായിട്ട് എന്തെങ്കിലും പറഞ്ഞു? മോശമായിട്ട് എന്തെങ്കിലും പറഞ്ഞു? ജാടയാണെന്നല്ലേ ചോദിച്ചോളൂ. ഇന്റർവ്യൂ കൊടുക്കാത്ത ജാടയാണെന്നേ ചോദിച്ചോളൂ. അത് തെറ്റുമല്ലോ ഉണ്ടോ? തെറ്റുണ്ടോ? അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ കാര്യങ്ങളല്ലേ. ഞാൻ എന്റെ ജോലി ഇയാൾ പറയേണ്ട കാര്യമില്ല, ഞാൻ ചെയ്യും. അത് ഇയാൾ പറയേണ്ട ആവശ്യമില്ല. അല്ല, അത് പേഴ്സണൽ എന്നുള്ള ഇന്റർവ്യൂ കൊടുക്കാൻ പറ്റാത്ത എന്താ പേഴ്സണൽ കാര്യമൊന്നുമല്ല. ഇന്റർവ്യൂ കൊടുക്കാൻ പറ്റാത്ത എന്താ എനിക്ക് താല്പര്യമില്ല, അത്രേ ഉള്ളൂ. അത് പറയാം, അത് പറയാം. പേഴ്സണൽ കൺസേൺ എന്താ? ഇന്റർവ്യൂ കൊടുക്കാത്ത എന്താ? ഇയാളെന്തോ അത്ര വലിയ ആർട്ടിസ്റ്റാണോ? മഞ്ജു വാര്യരാണോ അതോ വേറെ വല്ലതും? മഞ്ജു വാര്യർ ഇഷ്ടം പോലെ ഉണ്ട്. മഞ്ജു ചേച്ചിക്ക് എന്നൊരു ജാട എന്നൊരു സംഭവം ഇല്ല. ഇയാൾ ഈ ഒരു സീരിയലും കണ്ടിട്ട് ഇത്ര ജാട കാണിക്കില്ല കേട്ടോ, വളരെ മോശമാണ്. ഞാൻ ഇയാളെ പരിചയമില്ല. ഞാൻ പേര് പോലും ചോദിച്ചാൽ ഞാൻ വേറെ അടുത്ത പേര് ചോദിച്ചു. ഇയാളുടെ പേര് പോലും എനിക്കറിയത്തില്ല. അഭിജിത്തിന് അവന്റെ പേരൊക്കെ എനിക്കറിയാം, ഇവന്റെ പേരും എനിക്കറിയാം. പക്ഷെ ഇയാളെ അറിയത്ത പോലും എന്നിട്ട് എന്തിനാ ഇത്ര ജാട കാണിക്കുന്നത്? ശരി, ചോദ്യത്തിലേക്ക് കിടക്കാം. ചോദ്യത്തിലേക്ക് കിടക്കാം. അഭിജിത്ത് ചോദ്യത്തിലേക്ക് കിടക്കട്ടെ. എങ്കിൽ പിന്നെ ചോദ്യത്തിലേക്ക് കിടക്കാം, അതല്ലേ നല്ലത്. അതെ, ചോദിക്കാം. അടുത്തടുത്ത്. അപ്പോൾ നമ്മളിവിടെ കൂടിയിരിക്കുന്നതിന് വേണ്ടിയിട്ടാണല്ലേ? എൻ്റെ മുഖത്ത് നോക്കൂ, ഞാനാ ചോദിക്കുന്നത്. എന്റെ മുഖത്ത് നോക്ക്. അല്ല, എന്റെ മുഖത്ത് നോക്ക്, അവനെ മുഖത്ത് അല്ല, ഞാൻ ചോദിക്കട്ടെ, എന്ത് ഇൻസൾട്ട് ചെയ്ത്? എന്താ ഇൻസൾട്ട് ചെയ്ത്? ഞാൻ നിന്റെ അടുത്ത് എങ്ങനെ സംസാരിച്ചു? ബ്രോ അടുത്ത് എങ്ങനെ സംസാരിച്ചേ? ബ്രോ അടുത്ത് എങ്ങനെ സംസാരിച്ചേ? നിന്റെ അടുത്ത് തന്നെ സംസാരിച്ചു. മറുപടി നിനക്ക് തിരിച്ചു കൊടുത്താ പോരെ? ഞാൻ ചോദിക്കട്ടെ, ഞാൻ കോംപ്ലിമെന്റ് അല്ലേ പറഞ്ഞത്? അപ്സരയുടെ കൂട്ടിരിക്കുന്നു പറഞ്ഞത്. അപ്സര കഥാപാത്രം അതാണ് ചോദിച്ചത്. ബോൾഡാന്ന് പറഞ്ഞു, പാവാന്ന് പറഞ്ഞു. കൂടുതലായിട്ടൊന്ന് പറയൂ അതിനെക്കുറിച്ച്. കണ്ട അഭിജിത്ത്, പിന്നെന്താ വേണ്ടത്? കൂടുതലായിട്ട് പോയിക്കുമ്പോഴത്തേന് പുള്ളിക്കാരിക്ക് എന്താ പറയണ്ടേന്ന്? ഞാൻ ചൊറിയുന്ന ചോദ്യം ചോദിക്കാറില്ല. ഞാൻ ചൊറിയുന്ന ചോദ്യങ്ങളൊന്നും ചോദിക്കാറില്ല. വൈഷ്ണവി ചോദിക്കാറില്ല, മനസ്സിലായല്ലോ? അല്ല, വളരെ മോശമാണ്. അല്ലല്ല, ഞാൻ എന്നെ പ്രൊഡ്യൂസർ വിളിച്ചിട്ടാണ് വന്നത്. ഞങ്ങൾ ട്രിവാൻഡ്രത്ത് ഇത്ര, ഞാൻ ആ പാവപ്പെട്ട മനുഷ്യനെ വിളിച്ചിട്ട് വരേണ്ട ആവശ്യമില്ല. ട്രിവാൻഡ്രത്ത് നിന്ന് ഞങ്ങൾ ഇത്രയും ദൂരം വരുന്ന പോലെ ആയിക്കോട്ടെ. ഞാനിവിടെ ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്താൽ വരുന്നത്, മനസ്സിലായില്ലേ? ഇപ്പം ഈ പരിപാടി കാണിക്കാനാണെങ്കിൽ നമുക്ക് താല്പര്യമില്ല. നിങ്ങൾ മൈക്ക് ഉരുത്തുന്നോ? ഒരു മിനിറ്റ് വൈൻഡപ്പ് ചെയ്യട്ടെ. എന്തായാലും വെച്ചോ, വൈൻഡപ്പ് ചെയ്യട്ടെ. അല്ല, അവിടെ പോയി അത് അവിടെ പോയി എന്നാ കയ്യിൽ പിടിച്ചോ. എവിടെ വെക്കണോ തീരുമാനിക്കും. വൈൻഡപ്പ് ചെയ്യാം. അതല്ല, അവിടെ കുത്തന്നാലേ കിട്ടത്തുള്ളൂ. ഞങ്ങൾക്ക് ഓഡിയോ കിട്ടണ്ടേ? ഞങ്ങൾക്ക് ഓഡിയോ കിട്ടണ്ട. ഇയാൾ ഒത്തിരി കണ്ടു കാണും. പക്ഷെ ഇത് അവിടെ വെച്ചാൽ അതിനകത്ത് ക്യാമറ കിട്ടത്തുള്ളൂ, ഓഡിയോ കിട്ടത്തുള്ളൂ. അല്ല, കയ്യിൽ അതിൽ പോയി, അവിടെ പോയി. കേൾക്കാൻ പറ്റുന്നുണ്ടോ? റെക്കോർഡിംഗ് നോക്ക്. കേൾക്കുന്നുണ്ടോ? അതിനകത്ത് കാണിക്കും. ഇയാളെല്ലാം അറിയുന്ന ഒരാളെന്നല്ലേ പറഞ്ഞത്? എല്ലാം അതിനകത്ത് കാണിക്കും, എല്ലാം കാണിക്കും കേട്ടോ. ചേട്ടാ ഒരു മിനിറ്റ്, ഞാൻ ചേട്ടാ ആ മൈക്ക് വയ്ക്കും. ഒരു മിനിറ്റ് ചേട്ടാ, ഒരു മിനിറ്റ്. ഇല്ല, ഒരു മിനിറ്റ് പറയട്ടെ. ചേട്ടൻ വിളിച്ചിട്ടല്ല ചേട്ടാ വന്നത്? ചേട്ടൻ വിളിച്ചിട്ടല്ലേ വന്നത്? ഞങ്ങള് ചേട്ടൻ വിളിച്ചിട്ടാണോ വന്നത്? പുള്ളിക്കാരി ബിഹേവ് ചെയ്യുന്ന രീതി വളരെ മോശമാണ്, ഭയങ്കര ജാട. ഞങ്ങൾ ട്രിവാൻഡ്രത്ത് ഇത്രയും നേരം വരേണ്ട കാര്യമുണ്ടോ? പുള്ളിക്കാരി ഭയങ്കര ജാടയിൽ സംസാരിക്കും. ഞാൻ തന്നെ ചോദിച്ചാൽ ഭയങ്കര ജാട. ഇതിലെ കഥാപാത്രത്തെ ഞാൻ ചോദിച്ചത്, അല്ല വീട്ടിലെ കഥാപാത്രമല്ല ഞാൻ ചോദിച്ചത്. ആ വീട്ടിലെ കഥാപാത്രം കാണിക്കുന്ന ഇവിടെ ഒന്നും കാണിക്കുന്നില്ല. ഇല്ലേ ചേട്ടാ, ഇന്നലെ ഞാൻ വെളുപ്പിന് 5 മണിക്ക് ഇറങ്ങിയതാ. ചേട്ടനെ 4 മണിക്ക് വിളിച്ചോണ്ടെത്തിയത്, ഓർമ്മയുണ്ടോ? ആ, ചോദിക്കും. ഇത്രയും ആറ്റിറ്റ്യൂഡ് ഉള്ള ആൾക്കാരെ നായികയാക്കുന്നത്. അതുകൊണ്ട് അവനൊക്കെ നിൽക്കുന്നുണ്ട്. 2ാമത്തെ സീരിയലാ. മൈക്കല്ല. താങ്ക് യു സോ മച്ച് ഡിയർ. ചെറുതായിട്ടൊരു പണി തരാമെന്ന് വിചാരിച്ചത്. നടന്ന് ആകെ വഷളായി നിൽക്കുക. ഫേസ് എല്ലാം നല്ല രീതിയിലാണ്. ഫേസ് ഒന്ന് ക്ലോസ് എടുത്തു. സോറി ഡിയർ കേട്ടോ. ഇത് ഞാൻ ചെയ്തൊരു പ്ലാൻ. ഇവർ രണ്ടുപേരും കൂടെ നിന്നേ ഉള്ളൂ കേട്ടോ. ഇനി മൈക്ക് വയ്ക്കാമോ? ഇത് കുറെ കണ്ടിട്ടുള്ള എടുത്തെറിയല്ലേ? ഇനി എടുത്തെറിയല്ലേ കേട്ടോ? പറ മോളെ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു?
ചേട്ടൻ്റെ ജോലി ഇതാ കേട്ടോ. ചില സമയങ്ങളിൽ ഫേസ്ബുക്കിലൊക്കെ തെറിവിളി എനിക്ക് ഇങ്ങനെ കിട്ടും. അല്ല ഭാഗ്യമാണ് ചേട്ടനെ ഇവിടെ ഭൂമിയിൽ വെച്ച് കാണാൻ. താഴെ ഇല്ല ഞാൻ ഇപ്പോഴും ഏറില്ല. ഇവിടെ വന്നപ്പോ ഇന്നലെ അല്ല, ഒരു മാസമായിട്ട് ഏറില്ല. മനസ്സിലായില്ലേ? തൊപ്പി തെറി വിളിച്ച് അങ്ങനെ കുറെ പേര് തെറി വിളിച്ചോണ്ടിരിക്കുക. ആ കൂട്ടത്തിൽ ഇനി അപ്സരയും കൂടെ ആയി. അല്ല സോറി, വൈഷ്ണവിയും കൂടെ ആയി. അപ്സര പറയും തമാശക്കൊണ്ടൊരു കാര്യം പറഞ്ഞു, അപ്സര കണക്കിരിക്കണം. അതിന് അപ്സര അല്ല കാര്യം അതിന് എന്നെ തെറി വിളിക്കും. അപ്പൊ വളരെ സന്തോഷം കേട്ടോ. നായികക്ക് ചെറിയൊരു പണി കൊടുത്ത് ഞാൻ നമോഭാഗം ഒരു ചെറിയ പണി കൊടുത്ത്. അപ്പൊ നമ്മള് കൊടുത്ത് ഇവിടെ കൊടുത്ത് എന്നിട്ട് പറയാം ഞാൻ മൈക്ക് ഇത് കുറെ കണ്ടിട്ടുണ്ടെന്ന്. എവിടെ കണ്ടിട്ടുള്ള? അല്ല ഞങ്ങക്ക് ബൈറ്റ് എടുക്കാൻ വേണ്ടി അങ്ങനെ കണ്ടിട്ടുണ്ടെന്ന്. അതാ അപ്പം ഞങ്ങൾ എപ്പോഴും അത് ഇവിടെ വെക്കാറില്ല. ശരിക്കും കാര്യമാണെന്ന് ചോദിച്ചേട്ടാ. ഞാൻ ഇങ്ങനെ കാണിച്ചു, ഞാൻ ബാക്കിൽ ഇങ്ങനെ കാണിച്ചു. പുള്ളിക്കാരൻ ഇങ്ങോട്ട് ചിരിച്ചു. അപ്പൊ എനിക്കെന്തോ അല്ല എൻ്റെ മതി എന്ന് പറഞ്ഞു. എന്തായാലും ഒരു പണി തരാമെന്ന് ഞാൻ അവിടുത്തെ പറഞ്ഞു. അത് കിട്ടി, നന്നായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റി. അപ്പൊ കഥാപാത്രം നമ്മുടെ പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്? നായകനിപ്പുറത്തോ ഇവിടെ എൻ്റെ അടുത്തോ അല്ല നീ അവിടെ നിന്നോടാ. ഇപ്പുറത്തോ നീ ഇപ്പുറത്തോ. ഞാൻ ഇന്ന് വെള്ളക്കിട്ട് സമാധാനത്തിൽ വരും. രണ്ടുപേരും കറക്റ്റ് കുറച്ച് മാച്ചിങ് കോസ്റ്റ്യൂം ഒക്കെ പറ. എന്താ നായകനെ കുറിച്ച് നായിക്ക് പറയാനുള്ളത്? വളരെ നല്ല കടിച്ചു പിടിച്ചാ പറയാ കേട്ടോ. പല്ലൊക്കെ കടിച്ചു പിടിച്ച് പറയാ കേട്ടോ. നായകൻ എന്താ നായകനെ കുറിച്ച് പറയാനുള്ള പറഞ്ഞേ? വളരെ നല്ല ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും പോരുത്ത കേട്ടോ. അപ്പൊ സന്തോഷം, ഹാപ്പി. നമ്മുടെ പ്രേക്ഷകർക്ക് തന്നെ പറയാം. എന്തായാലും താങ്ക്സ് ഉണ്ട്. കാരണം എൻ്റെ കോ ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ ഇവര് എല്ലാ രീതിയിലും എനിക്കകത്ത് ഞാൻ ഒരു ന്യൂബിയാണ് എത്രയാണ് ഇതിനകത്ത് വരുമ്പോഴേക്കും. അപ്പോൾ എനിക്ക് കുറേ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനായിട്ടുള്ള കാര്യങ്ങൾ ഇവർ പറഞ്ഞു തരും. എപ്പോഴും ഒരു ഷോട്ട് വരുമ്പോൾ ഇപ്പം സ്വാതി എന്നുള്ള ക്യാരക്ടർ ആയാലും ശരി, ഗോവിന്ദ് ആയാലും ശരി, രാജു ആയാലും ശരി, എല്ലാവരും ലൈക്ക് അവര് അപ്പോൾ നമുക്കത് എങ്ങനെ നമുക്കത് ഇംപ്രവൈസ് ചെയ്യാം എന്നുള്ളൊരു കാര്യം അവരെപ്പോഴും പറഞ്ഞു തരും. അടുത്ത കാലത്ത് 4 മണിക്ക് വിളിച്ചുകൊടുത്ത കൺട്രോളറാണ്, കേരളത്തിൽ അറിയപ്പെടുന്ന കൺട്രോളറാണ് ജിതിൻ ചേട്ടൻ. 4 മണിക്കെടുത്ത് വിളിച്ചിട്ട് എടാ വേറെ ആരെയും ഞാൻ വിളിച്ചിട്ടില്ല, നീ വരുമോ എന്ന് ചോദിച്ചു. ഞാൻ എയറിലായിരുന്നു കേട്ടോ. ഇന്നലെ വെളുപ്പാങ്കാലമാണ് കാര്യം അറിഞ്ഞത്. അപ്പം സന്തോഷം ചേട്ടാ, ചെറിയ പ്രാങ്ക് കൊടുത്തു ചേട്ടാ. ഞാൻ പറഞ്ഞത് അപ്സരയുടെ കൂട്ടിരിക്കുമല്ലോ. ഞാൻ വേറെ ഒന്നും പറയാൻ ബിഗ് ബോസിൽ ഇറങ്ങിയിട്ടില്ല അല്ലേ? ആണെന്ന് പറഞ്ഞ ചേട്ടാ. വീണ്ടും നമ്മളോടൊപ്പം ജോയിൻ ചെയ്ത് കേട്ടോ. എയറിലാവാം. അപ്പൊ ചേട്ടാ അടുത്ത നമുക്ക് നായികയുടെ വന്നിട്ടുണ്ട്. 2 നായികമാരല്ലയോ? മേഘ. അപ്പൊ നായികയോട്. അപ്പോൾ നമ്മൾ ഈ മാമോദിസ ചടങ്ങിന് വരുമ്പോൾ തീർച്ചയായിട്ടും കുറേ ആർട്ടിസ്റ്റുണ്ട്. അവിടെ നമ്മുടെ യുവ വന്നിട്ടുണ്ട്. യുവ കൃഷ്ണ മൃദുല ഓൺ ദ വേ ആണെന്ന് യുവ പറഞ്ഞു. അപ്പം മേഘ ഉണ്ട്. മോൻ്റെ പേരെന്താണ്? ചക്കര. പാവം ആകാശ് അല്ലേ? ഈ ആകാശിനെ കാണുമ്പോൾ ആകാശദൂതിലെ മറ്റേ സിനിമയിൽ ലാസ്റ്റ് ഒരു പയ്യനില്ല ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള അതുപോലെ ഇരിക്കുന്നല്ലേ? എത്രയാണ് പഠിക്കുന്നത്? ഞാൻ 7th. ഇതിലെന്ത് കഥാപാത്രം ചക്കര ചെയ്യുന്നത്? ഞാൻ ഇപ്പൊ ഇതിൽ ചെയ്യുന്നില്ല. പുതിയ ചെയ്തോണ്ടിരുന്ന മിഴി 2-ലായിരുന്നു. ഇപ്പം ചെയ്യുന്നത് ഗായത്രി ദേവി എന്റെ അമ്മേന്റെ ഉണ്ടായിരുന്നല്ലോ. ഞാൻ ലച്ചുവിന്റെ അനിയനായിട്ട്. പറ ലച്ചു, എന്തുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു. ഒരു ക്യാരക്ടറിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് കുറേ റെസ്പോൺസിബിലിറ്റികളുണ്ട് അല്ലേ? അപ്പം ആദ്യം നമ്മൾ ഒരു നായിക എന്നുള്ളൊരു പദവി അല്ലെങ്കിൽ നായികയാകുമ്പോഴത്തേക്കിനും നമുക്ക് കുറച്ച് ഉത്തരവാദിത്തങ്ങൾ കൂടുതലാണ്. മെയിനായിട്ട് നമ്മൾ ബോൾഡ് അല്ലെങ്കിൽ നമ്മൾ കൂടുതലും മെച്യൂരിറ്റി കീപ്പ് ചെയ്യണം അല്ലേ? ഇപ്പം നേരിട്ട് കാണുമ്പോൾ മെച്യൂരിറ്റി ഇല്ല, അങ്ങനെ ആരും പറയാറുണ്ടോ? അതെല്ലാരും പറയാറുണ്ട് അല്ലേ? ഫ്രെയിമില് ഭയങ്കര വലിയ ആളായിട്ടിരിക്കുന്നു, നേരിട്ട് ഭയങ്കര കൊച്ചായിട്ടിരിക്കുന്നു. പറയൂ, കഥാപാത്രത്തെ കുറിച്ച് പറയൂ. കഥാപാത്രം എന്നെ പോലെ തന്നെയാണ്, സൈലന്റ് ആണ്. പിന്നെ എന്താ എൻ്റെ ഏജ് ഗ്രൂപ്പ് തന്നെയാണ് കഥാപാത്രം. അതൊക്കെ തന്നെ കൊള്ളാം. എങ്ങനെ ഡാൻസ് ഒന്നുമില്ല, എന്താ പറയാ, നോർമൽ സീരിയലില് കഥാപാത്രം എങ്ങനെയാണ് അങ്ങനെയാണ്. ഒരു നാട്ടിൻ പ്രദേശത്ത് നിന്ന് വരുന്ന ഒരു കുട്ടി അറിയാതെ ഒരു കല്യാണം ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു. വേറൊരു നായകൻ ഈ കല്യാണത്തിന് പെട്ടുപോയി. പിന്നെ എന്നെ കെട്ടി കൊണ്ടുവന്ന സമയത്ത് ഞാൻ അറിയും നായകന് വേറെ ഒരാളെ ഇഷ്ടമാണെന്ന്. അപ്പം ഞാൻ അവിടെ നിന്ന് വിട്ടുപോകും. പക്ഷേ സാഹചര്യങ്ങൾ കൊണ്ട് ഞാൻ തിരിച്ച് നായകൻ്റെ വീട്ടിൽ തന്നെ എത്തും. പിന്നെ അവിടുത്തെ കുറച്ച് കാര്യങ്ങളും ഒക്കെയാണ്. ഇതൊക്കെയാണല്ലേ? ഇതെന്താ യഥാർത്ഥത്തിൽ മേഘ എന്താ ചെയ്യുന്നത്? ഞാൻ ഇപ്പോൾ പഠിക്കുകയാണ്, ഡിഗ്രി 2nd ഇയർ ആയി. എവിടെയാ? ട്രിവാൻഡ്രത്താണ്. ട്രിവാൻഡ്രത്ത് എവിടെയാ? സരസ്വതി കോളേജ്. നമുക്കിനി ഒരു ഡീപ്പായിട്ടൊരു ഇന്റർവ്യൂ നമുക്ക് എടുക്കാം ലൊക്കേഷനിൽ വന്നിട്ട്. അപ്പോൾ എന്തെങ്കിലും പ്രേക്ഷകരോട് പറയാനുണ്ടോ? അവരോട് അന്നും ഇന്നും എന്നൊക്കെ നന്ദി പറയുന്നുണ്ട്. ഞാനിപ്പോൾ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ അവർ കാരണമാണ്. അവരുടെ സപ്പോർട്ട് എപ്പോഴും കൂടെ ഉണ്ടാവണം. സോ താങ്ക് യു. താങ്ക് യു ഡിയർ, താങ്ക് യു സോ മച്ച്.
താങ്ക് യു മോനെ. മൈക്ക് ചേട്ടാ. അയ്യോ അപ്പോൾ ഫൈനലി ഐ ഗോട്ട് ഇറ്റ്. ഞാൻ കണ്ടുപിടിച്ച് കഴിഞ്ഞു, പിടുത്തം കിട്ടിക്കഴിഞ്ഞു. എനിക്കിത് ആ പുള്ളിക്കാരെ കൂടെ കിട്ടി. നേരത്തെ എനിക്ക് 2 പ്രാവശ്യം ഡിയറിനെ ഇവയെ കിട്ടി, മോളെ കിട്ടി. ഇപ്പോൾ എനിക്ക് മൃഗങ്ങളെ കൂടെ ഒരുമിച്ച് കിട്ടിയേട്ടോ. വളരെ സന്തോഷം. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ കുറച്ചും കൂടെ അടുത്ത വരാൻ പോകുന്ന നായികയല്ലേ ഏഷ്യാനെറ്റിലെ? തീർച്ചയായിട്ടും അതൊക്കെ അറിഞ്ഞു. അതൊക്കെ നമ്മൾ എന്തായാലും അറിയില്ല, എല്ലാ കാര്യങ്ങളും അറിയില്ലോ. അത് ഫീൽ ഭയങ്കര സന്തോഷമെന്ന് മനസ്സിലായി. 2 പ്രാവശ്യം വീഡിയോ കോളിലാണ് നമ്മൾ സംസാരിച്ചിരിക്കുന്നത്. ഒരു പ്രാവശ്യം ബർത്ത്ഡേ വിഷ് ചെയ്തു 3 വർഷം മുമ്പ് മൃദുലയുടെ. അപ്പൊ ഇപ്പൊ നമ്മൾ വന്നപ്പോൾ ജസ്റ്റ് അല്ലാതെ സംസാരിച്ചു. ഈ 2 പ്രാവശ്യം വന്നപ്പോഴും ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചല്ല എന്നുള്ളത് മനസ്സിലായില്ലേ? ഇപ്പോഴാണ് ഞങ്ങൾ കാണുന്നത്. കുറേ ദിവസത്തിന് ശേഷം ഞങ്ങൾ ഇന്നാണ് കാണുന്നത്. എനിക്ക് മനസ്സിലായിട്ടോ. എന്തുണ്ട് വിശേഷം എന്നാ ചോദിച്ചത്. ഞങ്ങള് ഒരുമിച്ചുള്ള വേറെ ഒരു ചാനലിലും ഇന്റർവ്യൂ വരാത്തതിനും കാരണം ഇതാണ്. കിട്ടത്തില്ല. അതുകൊണ്ട് ഒരുമിച്ചുണ്ടാകാനുള്ള സമയം വളരെ കുറവാണ് നമുക്ക്. അങ്ങനെ ഇടയ്ക്ക് എപ്പോഴും ഉണ്ടായ സമയത്ത് അതിലേക്ക് നമ്മൾ കടക്കുന്നില്ല. അവിടെ നിൽക്കട്ടെ. പിന്നെ മൃദുല പറയൂ, ഇപ്പം സ്റ്റാർ മാജിക്കിലാണ് ഇപ്പം പെർഫോം ചെയ്തോണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അടുത്ത ആള് വരുന്നു. നമ്മുടെ അതേ ഇന്റർവ്യൂവിൽ അതേ താരം വരുന്നുണ്ട്. ഭയങ്കര സ്നേഹം. സ്നേഹമല്ലേ അതെ മക്കളെ? ഹായ്. അപ്പോൾ സ്റ്റാർ മാജിക്കിലല്ലേ ഇപ്പം ചെയ്തോണ്ടിരിക്കുന്നത്? അതിന്റെ കൂടെ സീരിയലും ചെയ്യുന്നുണ്ട്. സ്റ്റാർ മാജിക്കിലെ വിശേഷങ്ങൾ പറയാം. സ്റ്റാർ മാജിക്കിലെ വിശേഷങ്ങൾ അടിപൊളിയായിട്ട് പോകുന്നു. ഇപ്പം അവരുടെ പാറ്റേണൊക്കെ മാറ്റി ഫുൾ ഡാൻസും പിന്നെ ഇടയിൽ ചെറിയ സ്കിറ്റും അങ്ങനെയൊക്കെ ആയിട്ട് പോവാണ്. സ്റ്റാർ മാജിക് ഉത്സവം എന്ന് പറഞ്ഞിട്ട് ഭയങ്കര രസമുണ്ട്. ഡാൻസ് ആയതുകൊണ്ട് മെയിനായിട്ട് ഞാൻ ഡാൻസിൽ നിൽക്കുന്നത് കൊണ്ട് അപ്പോൾ അങ്ങനെ ചെയ്ത് പോകുന്നു. പിന്നെ സീരിയലിന്റെ ഷൂട്ട് ഇടയ്ക്ക് വരുന്ന സമയത്ത് അവിടെ പോകാൻ പറ്റാറില്ല. എനിക്ക് തോന്നുന്നു കൈലശാല ഡാൻസിലെ ആ കോമ്പറ്റീഷനിൽ ഷീജി മാസ്റ്റർ ആയിരുന്നു. ഷീജി മാസ്റ്റർ കൂടായിരുന്നു അന്ന് അല്ലേ? ഫസ്റ്റ് എനിക്ക് തോന്നുന്നു റിയാലിറ്റി ഷോയിൽ കയറുന്നത്. അതെ, നല്ല ഒരു കൈകളിൽ തന്നെയാണ് ചെന്ന് പെട്ടത്. ഉറപ്പായിട്ടും നോക്കേണ്ടി വന്നിട്ടില്ല. ഇല്ല സീരിയസ്ലി ഇല്ല. അത് നല്ലൊരു തുടക്കമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഞാൻ സീരിയൽ ചെയ്യുന്നതിന് മുന്നേ ആയിരുന്നു അത് ഫസ്റ്റ്. അപ്പോൾ അവിടെ നിന്ന് അങ്ങനെ കയറി ഇവിടെ വരെ ചോദിക്കട്ടെ ഞാൻ കാര്യം. ലുക്കിംഗ് സോ സ്മാർട്ട് കേട്ടോ. തീർച്ചയായിട്ടും പറയാതിരിക്കാമേ. കാര്യം നല്ല സ്പെക്സ്. അവിടെ വന്നപ്പോഴേ ഒരു ഭയങ്കര ഒരു എന്താ ആജാനുബാഹു ഒരു നായകൻ വരുന്നത്. കണ്ണാടി അതെയോ? അതെ അന്ന് കോവിഡ് ടൈം ആയിരുന്നു. മാത്രമല്ല യൂട്യൂബ് നിങ്ങളുടെ യൂട്യൂബിൽ തന്നെ ഇറക്കണം. അതൊരു കാര്യം ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും അങ്ങനെ ചെയ്യാം. പണ്ടായിട്ട് പറഞ്ഞു അമ്മ അവിടെ അമ്മ അടുക്കളയെന്ന് പറയും. എനിക്ക് ഓർമ്മയുണ്ട്. അപ്പൊ എന്തായാലും ഇനി എന്തെങ്കിലും കൂടുതലായിട്ട് സംസാരിക്കുന്നുണ്ടെങ്കിൽ നല്ലൊരു ഒരു ദിവസം ഞാൻ വീട്ടിലേക്ക് വരുന്നതായിരിക്കും. ഹോം ടൂർ പോലെ നമുക്ക് ചെയ്യാം. അന്ന് ഹോം ടൂർ വേണ്ടെന്ന് പറഞ്ഞു. ഹോം ടൂറിനുള്ളതായിട്ടില്ല. കാരണം കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ
ഒരു സെക്കൻഡ്. അത് വേണം എന്ന് എടുത്തോ ചേട്ടാ. ആല് വേണ്ടെന്നാണോ മൃദുല വരുന്നേ? വീട്ടിൽ നിന്നാ വരുന്നില്ല അവള്. അപ്പോൾ ഇപ്പോൾ സ്റ്റാർ മാജിക്കിലെ വിശേഷങ്ങൾ എനിക്ക് തോന്നുന്നു ഉത്സവമായി. ഇപ്പം ഉത്സവമായല്ലേ, ഓണത്തിന്റെ ഉത്സവം കൂടെ ആയിക്കൊണ്ടിരിക്കുക. പുള്ളി ഉണ്ടെന്ന് തോന്നല്ലോ. സ്റ്റാർ മാജിക്ക് ഇപ്പം വരാം. ഇപ്പം അതാ വെളിയൊന്ന് വിളിച്ചു, സ്റ്റാർ മാജിക്കിലൊന്ന് വിളിച്ചു. ചേട്ടായി അല്ലയോ? എങ്കിലും നിങ്ങളെ പോകുമ്പോൾ നല്ല രസമാണ് അതിനകത്ത്. എനിക്കൊന്ന് ഫിനിഷായിട്ടാണ് കൂടുതലായിട്ട് കൗണ്ടർ അടിക്കുന്നത്. കൗണ്ടർ അടിക്കുന്നു. അപ്പൊ എന്തായാലും വളരെ സന്തോഷം. നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുക കേട്ടോ, നന്നായിട്ടിരിക്കുക. 4 കുട്ടികളാവട്ടെ. നമുക്കൊരു ദിവസം ഇരിക്കണമല്ലോ. അപ്പം വളരെ സന്തോഷം. ഈ ഒരു നിമിഷം നിങ്ങളുടെ വിലപ്പെട്ട നിമിഷം ഞാൻ എടുക്കുന്നില്ല. കുറെ നാളൊക്കെ കണ്ടതല്ലേ, നാളുകൾക്ക് ശേഷം. അപ്പം വളരെ സൂപ്പർ. താങ്ക് യു ഡിയർ കേട്ടോ. എന്ന് വിളിക്കുന്ന കുറെ വർഷത്തെ പരിചയം എടുക്കാൻ വേണ്ടിയിട്ട്. താങ്ക് യു ഡിയർ. താങ്ക് യു. ബൈ പറ, ടാറ്റ പറ. ബൈ പറയാ യാമി. ബൈ പറ. യാമി ബൈ പറയാ. വേറൊരു വിശേഷം കൂടി ഉണ്ട്. പുള്ളിക്കാരിയുടെ അമ്മ, അതായത് എന്റെ അനിയത്തി സി കേരളത്തിൽ പുതിയ സീരിയലില് മെയിൻ വില്ലത്തിയായിട്ട് ചെയ്യുവാണ്. അതാ ഇവിടെ ഉണ്ട്. അനു ഇവിടെ, അനു 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 അനിയത്തി അങ്ങോട്ടൊക്കെ കയറി അല്ലേ? അനിയത്തി കയറി. പണ്ട് ചെയ്തിട്ടുണ്ട്. കുടുംബങ്ങളൊക്കെ എന്ന് പറയുന്ന സീരിയല് ഫസ്റ്റ് ചെയ്തതാ. അപ്പോഴേ പിന്നെ കല്യാണം കഴിഞ്ഞ് ബ്രേക്കായി 4 വർഷം. ഇപ്പതേ പുതിയ സീരിയലില് മെയിൻ വില്ലത്തിയായിട്ട്. കറക്റ്റ് വില്ലത്തിലൊക്കെ എന്നെ കണ്ടാലും എല്ലാവരും പറയും വില്ലൻ മാത്രമേ ചെയ്യാൻ വില്ലത്തിയാണ്. പക്ഷെ അടിച്ചു വില്ലത്തിയാണ് നല്ലത്. നായികമാരെ പെട്ടെന്ന് ആരാണ് വില്ലത്തി എന്ന് പറയുമ്പോ അവളാണ് കൂടുതൽ നെഗറ്റീവ് ഇത് ചെയ്യാനാണ് ഇഷ്ടം. എന്താ വെച്ചാൽ പെട്ടെന്ന് ക്യാച്ച് ചെയ്യും. നെഗറ്റീവ് ഇല്ലയോ യുവ? നെഗറ്റീവ് റോൾസ് പെട്ടെന്ന് ക്യാച്ച് ചെയ്യത്തില്ല അല്ലേ? ബിസിയാണ് അവിടെ രണ്ടുപേരുടെ. അപ്പൊ ഈ ഒരു ക്യാരക്ടർ കിട്ടിയപ്പോൾ ചേച്ചിയുടെ ബലത്തിലാണോ കിട്ടിയത്? ചേച്ചിയുടെ ബലത്തിലാണോ കിട്ടിയത്? അതെ അതെ ചേച്ചിയുടെ തന്നെ കിട്ടിയത്. കിട്ടിയപ്പോ എന്താ സന്തോഷം? എന്താണ് ഭയങ്കര സന്തോഷം. മാനത്തെ കൊട്ടാരം തുടങ്ങി ഷൂട്ട് തുടങ്ങി. ഷൂട്ട് തുടങ്ങി. പൈലറ്റ് ഷൂട്ട് നടക്കുക. ഞാനും അവിടെ വരേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ഈ ചാനലിന്റെ പേര് മൂവി വേൾഡ് മീഡിയ മിനി സ്ക്രീൻ എന്നാണ്. നമ്മുടെ സീരിയൽ രംഗത്തുള്ള ആൾക്കാരെ മൊത്തം കാണിക്കാനുള്ളത്. അതായത് ന്യൂ കമേഴ്സ് ആയാലും കുഴപ്പമില്ല, നിങ്ങളെ പോലുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ കുഴപ്പമില്ല. പക്ഷെ ഇപ്പോൾ ന്യൂ കമർ അല്ലല്ലോ, ഒരു വരവ് വരേണ്ടി വരും. വീട്ടിലേക്ക് വന്നാൽ അതിൽ എല്ലാവരും ഹസ്ബൻഡ് എന്താ ചെയ്യുന്നത്? എവിടെ? പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. ഇപ്പൊ എന്താ ഫീൽ ചെയ്യുന്നത്? ഇപ്പം ഒരു നല്ല റോള് കിട്ടിയിരിക്കുകയാണ്. അതെ, ഒരുപാട് സന്തോഷമാണ്. കാരണം എനിക്ക് അത് കുടുംബങ്ങളൊക്കെ ചെയ്തതിന് ശേഷം ഒരു ബ്രേക്ക് എടുക്കേണ്ടി വന്നു. അപ്പോൾ അതിനുശേഷം ഇപ്പോൾ ഒരു നല്ലൊരു കംബാക്ക് ആണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. നല്ലൊരു റോളാണ്. കഥാപാത്രത്തിന്റെ പേര് രാഖി. അപ്പോൾ എന്തായാലും ഐ വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ് ബോത്ത് ഓഫ് യു. നന്നായിട്ടിരിക്കട്ടെ, ഇങ്ങനെ ബ്യൂട്ടിഫുൾ ആയിട്ടിരിക്കട്ടെ, സന്തോഷം. അപ്പം നേരത്തെ പറഞ്ഞത് 4 കുട്ടി. താങ്ക് യു സോ മച്ച്. നമുക്കൊരു ദിവസം ഇരിക്കണം. ഇവിടെ വന്നപ്പം ന്യൂ ജനറേഷനും അതുപോലെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളൊക്കെ കാണാൻ സാധിച്ചു. അതുപോലുള്ള ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റാണ് എന്നോടൊപ്പം ഉള്ളത് രാവിലെയായിട്ട്. ചേട്ടാ നമസ്കാരം. നമസ്കാരം. അടുത്ത് വരാൻ തന്നെ ഭയന്നു കേട്ടോ. എന്ത് റിപ്ലൈ തരുമെന്ന് അറിയത്തില്ല. അടുത്ത് വരാൻ തന്നെ ഭയന്നു. കുഴപ്പമില്ല. അന്ന് നമ്മൾ എപ്പോഴാണോ പണ്ട് കണ്ട പോലെ അതുപോലെ തന്നെ ഇപ്പോഴും ഇരിക്കട്ടോ. എങ്ങനെ സാധിക്കുന്നു? ഒന്നുമില്ല, നമ്മുടെ നല്ല മനസ്സ്, അതുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നു. ഹാപ്പിനെസ്, സന്തോഷം, അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഇരിക്കുന്നു. എല്ലാവരും ഫാമിലി പിന്നെ വൈഫ്, 2 ആൺകുട്ടികൾ. ഒരാള് പിന്നെ ബാംഗ്ലൂർ ഫോറൻസിക് കഴിഞ്ഞു. 2ാമത്തെ ആള് പിന്നെ ട്രിവാൻഡ്രത്ത് തന്നെ. കീർത്തി ഇപ്പം ഒരു വർഷങ്ങൾക്ക് ശേഷം അമ്മയറിയാതെ ഒരു സീരിയൽ ചെയ്തു. അതിനുശേഷം ഇപ്പോൾ ഏഷ്യാനെറ്റിൽ സ്വപ്നക്കൂട്ടെന്ന് പറഞ്ഞൊരു സീരിയൽ, അത് 5-ാം തീയതി ടെലികാസ്റ്റിംഗ്. ചേട്ടാ, കീർത്തി ചേച്ചി കല്യാണം കഴിച്ച സമയത്തെ അന്നൊരു നായിക പദവിയിൽ നിന്ന സമയത്താണ് കല്യാണം കഴിച്ചത്. കുറേ ആൾക്കാർ അല്ല, അപ്പൊ ചേട്ടനും ആ ഒരു രീതി നിന്നുകൊണ്ടാണല്ലോ ചേച്ചി കല്യാണത്തിന് സമ്മതിച്ചത്. പക്ഷെ ആ സമയത്ത് കുറെ ആൾക്കാർ പറഞ്ഞു ആ ചേച്ചിയെ കൊണ്ടുപോയി ഇനിയിപ്പോ ഒരു നായിക കിട്ടാൻ പാടായിരിക്കും. കയറി വന്നോണ്ടിരിക്കുകയായിരുന്നു. കേട്ടിട്ടുണ്ടോ അങ്ങനെ? പിന്നെ കയറി വന്നു, നല്ല ടോപ്പിൽ, നല്ല പീക്ക് ടൈമിൽ നിൽക്കുന്ന ഒരു സമയമായിരുന്നു. പിന്നെ ഞങ്ങൾ ആ സമയത്ത് അന്ന് മറ്റേ ദൂരദർശന്റെ ഒരു ചാനൽസ് അപ്പൊ അതിൽ 13 എപ്പിസോഡിന്റെ ഒരു സീരിയലായിരുന്നു. ലവ് സ്റ്റോറി ആയിരുന്നു. വേറെ ആർട്ടിസ്റ്റുകൾ ഞങ്ങൾ തമ്മിലായിരുന്നു, നായകനും നായികയും ഞങ്ങളായിരുന്നു. ജീവിതത്തിലെ നായകനും നായികയായി. ഇപ്പം വളരെ സന്തോഷം. ചേട്ടൻ്റെ ഫേസ് കാണുമ്പോൾ തന്നെ അറിയാം വളരെ ഹാപ്പിനെസ് ആയിട്ടുള്ള ലൈഫ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഏതൊക്കെ സീരിയലാണ് സ്റ്റിൽ നൗ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇപ്പം ചാനലിന്റെ പേര് പറയാമല്ലോ അല്ലേ? ഇപ്പം സി കേരളത്തില് ഇപ്പം മെഡി 2 ഇപ്പം
500 എപ്പിസോഡ് കഴിഞ്ഞു. പിന്നെ ഏഷ്യാനെറ്റിൽ ഏതോ ജന്മകൽപ്പനയിൽ അത് ഇപ്പോൾ ഒരു 100 എപ്പിസോഡ് ആയതേ ഉള്ളൂ. ഉച്ചയ്ക്കാണ്, അതുകൊണ്ടാണ് ആരോഗ്യം. ഇപ്പം എനിക്കൊന്ന് ഉച്ചയ്ക്കൊക്കെ എനിക്കൊന്ന് റേറ്റിംഗ് കുറവാണെന്ന് തോന്നുന്നില്ലേ കാണാൻ? അല്ല, ഉച്ചയ്ക്കുള്ള റേറ്റിംഗ് ഉണ്ട്, ആ റേറ്റിംഗ് ഉണ്ട്, അതിനേക്കാളും ഉണ്ട് അതിന്. ഉണ്ടല്ലേ? എനിക്കൊന്ന് 6:30ക്കുള്ള റേറ്റിനെക്കാട്ടും ഉച്ചയ്ക്ക് അത് കുറവാ. 6:30-7 മണി തൊട്ടാണല്ലോ അവരുടെ ഒരു പ്രൈം ടൈം. അതെ അതെ. അപ്പം ബാക്കിയെല്ലാം 2:30 കറക്റ്റ് ടൈമാണ് അവർക്കുള്ള. ഈ ജഗദീഷ് ചേട്ടൻ്റെ ടൈമിൽ ആ സമയങ്ങളിലൊക്കെ കുറേ സിനിമകളിൽ ജഗദീഷിന് ഒരു പടത്തിലേ ചെയ്തു എന്ന് വെച്ചാൽ ആ കാറ്റഗറിയിൽ വരുന്ന സിനിമയിൽ അന്ന് ഇൻഷർട്ടൊക്കെ ചെയ്ത് നമുക്ക് ചില സിനിമകളിൽ നമ്മുടെ മഹേഷ് ചേട്ടനൊക്കെ പോലെയൊക്കെ ഉള്ള താരമായി വരേണ്ട ഒരാളായിരുന്നു താങ്കൾ. പെട്ടെന്ന് എന്താണ് ബിസിനസ്സിലേക്ക് അങ്ങോട്ട്? ബിസിനസ്സിലേക്കൊന്നല്ല, അത് പിന്നെ അച്ഛനെ ഒന്ന് സഹായിക്കണമെന്നുണ്ടായിരുന്നു. അച്ഛൻ ദുബായിലായിരുന്നു. അപ്പം അങ്ങനെ കുറച്ച് വിട്ടു നിന്നാണ്. ഫുട്വെയർ അല്ലായിരുന്നു? ഫുട്വെയർ ഉണ്ടായിരുന്നു. അപ്പം എല്ലാം ബിസിനസ്സിലേക്ക് കുറച്ചൊക്കെ മാറിയിരുന്നു. പിന്നെ ബിസിനസ് പിന്നെ എന്ത് ചെയ്താലും നമ്മൾ ചെയ്താൽ ശരിയാവുന്നില്ല. വീണ്ടും വീണ്ടും നമുക്കൊരു വർക്ക് വന്നു വരും. അങ്ങനെ പിന്നെ ഇപ്പം എനിക്ക് തോന്നി പിന്നെ ഇത് തന്നെ നിൽക്കാം. പിന്നെ തൊട്ട് കണ്ടിന്യൂസ് വർക്ക് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ദൈവം സഹായിച്ചല്ലേ? അതെ, ദൈവാനുഗ്രഹം. ഈ ഇപ്പം ബിസിനസ് അപ്പം ആരാണ് നോക്കുന്നതൊക്കെ? ഇപ്പം ബിസിനസ് ഒന്നുമില്ല, നിലവിൽ ബിസിനസ് ഒന്നുമില്ല. ഇപ്പം സീരിയൽ തന്നെയാണ്. സീരിയൽ തന്നെയാണ്. രണ്ടും ടൈറ്റ് ഷെഡ്യൂളായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് ബിസിനസ് തന്നെയാണ്. നമ്മളിപ്പം പ്രൊഡ്യൂസറിൻ്റെ രണ്ടും സീരിയലിലെ പ്രൊഡ്യൂസറിൻ്റെ മകൻ്റെ ഒരു വിശേഷമായിട്ടാണ് ഇവിടെ നിൽക്കുന്നത് അല്ലേ? തീർച്ചയായിട്ടും കോട്ടയം നമ്മൾ ഇത്രയും വടയാർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മളെല്ലാവരും ഇപ്പോൾ ഒത്തുകൂടിയിരിക്കുന്നത്. എന്നെ ഇൻവൈറ്റ് ചെയ്തത് നമ്മുടെ ജിതിൻ ചേട്ടനാണ് എൻ്റെ കൺട്രോളർ. അപ്പോൾ വളരെ സന്തോഷം. കാര്യം കുറേ നാളുകളായിട്ട് കാണണം, കണ്ടൊരു ഇൻ്റർവ്യൂ എടുക്കണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. ഒരു ഇൻ്റർവ്യൂ തരുമോ? ഇത് ഇന്റർവ്യൂ അല്ല, ഇത് ചെറിയൊരു ബൈറ്റാണ്. ഞാൻ താമസിക്കുന്ന വർക്കലയാണ്. ഞങ്ങൾ രണ്ടുപേരും അവിടെയാണ്. നമ്മുടെ ലൊക്കേഷനിൽ ഒരു ദിവസം വരാം. ലൊക്കേഷനിൽ വരണ്ട, ഒരു ദിവസം വീട്ടിൽ വരും. അപ്പം രണ്ടുപേരും ചേർത്ത് വരണം. താങ്ക് യു സോ മച്ച് ചേട്ടാ, താങ്ക് യു. അത് മതി, ചേട്ടൻ നമ്പർ തന്നാൽ മതി. നമ്പറൊക്കെ തരാം. പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്? അല്ല, പ്രേക്ഷകരോട് നിങ്ങൾ എല്ലാവരും സീരിയൽ കാണണം, ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കണം. നിങ്ങളുടെ പ്രോത്സാഹനമാണ് നമ്മളുടെ ഉയർച്ചയും എല്ലാം. അതുകൊണ്ട് എപ്പോഴും കൂടെ ഉണ്ടാവണം, അനുഗ്രഹിക്കണം. എല്ലാവിധ ഭാഗങ്ങളും ഉണ്ട് ചേട്ടാ. പ്രാർത്ഥനകൾ കാണും. താങ്ക് യു സോ മച്ച് ചേട്ടാ. താങ്ക് യു. ഒരു ഫോട്ടോ കൂടെ ചേട്ടാ. അപ്പോൾ ഞങ്ങൾ എല്ലാവരുടെയും ബൈറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ സോ എക്സൈറ്റഡ്. കാര്യം വെച്ചാൽ സന്തോഷ് സാർ ഇവിടെ വന്നു. ശ്രീയുടെ ഹെഡാന്നുള്ളത് ഗ്രേറ്റ്ഫുൾ ആയി. അതെ, തീർച്ചയായിട്ടും ഇവിടെ വന്നതിന് ശേഷമാണ് അറിഞ്ഞത്. സാറിനെ ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. അതിന് തന്നെ വളരെ സന്തോഷം സാർ. ഈ കൈ എന്നാലും മതി, കുഴപ്പമില്ല. അതുപോലെ നമ്മുടെ സീനിയർ ആയിട്ടുള്ള ആക്ടേഴ്സ് ഇവിടെ രണ്ട് സൈഡിൽ നിൽക്കുന്നുണ്ട്. പിന്നെ ബാക്കി ജൂനിയേഴ്സ് ആയിട്ടുള്ള ആക്ടേഴ്സ് അല്ല, ജൂനിയേഴ്സ് അല്ലേ നിങ്ങളെല്ലാവരും? അങ്ങനെ പറയാമോ? ജൂനിയേഴ്സ് ആണ്, പക്ഷേ ഇപ്പോൾ അവർ സീനിയേഴ്സ് ആയിക്കൊണ്ടിരിക്കുന്നു. സാർ, ഹൗ ഡു ഫീൽ? കാര്യം ഇങ്ങനെ ഒരു ചടങ്ങിന് വരുമ്പം സാധാരണ എല്ലാ ആർട്ടിസ്റ്റും വരണമെന്നില്ല. ഇവിടെ വന്നപ്പോൾ ഈ മിഡ്ലാൻഡിലുള്ള എല്ലാ ആർട്ടിസ്റ്റും ഓൾമോസ്റ്റ് എല്ലാവരും ഉണ്ട് ഇവിടെ. ഹൗ ഡു ഫീൽ? ദ ഫീലിംഗ് ഇസ് റിയലി ഗ്രേറ്റ്. ഐ തിങ്ക് സോ. നമുക്ക് ഓൾമോസ്റ്റ് ഒരു 2 കൊല്ലമായില്ലേ ഈ ഷോ തുടങ്ങിയിട്ട്. അപ്പോൾ ആ റിലേഷൻ ഡെഫിനറ്റ്ലി വിൽ ബി ദെയർ. ആൻഡ് ബിക്കോസ് ദാറ്റ് റിലേഷൻ ഓൺലി മോദി വിളിച്ചപ്പോൾ എല്ലാവരും എത്തിയിട്ടുണ്ട് ഇവിടെ. എല്ലാവരും ഉണ്ടായിരുന്നു. താങ്ക് യു വെരി മച്ച്. താങ്ക്സ്. നമ്മുടെ പ്രേക്ഷകരോട്, മൂവി വേൾഡ് മീഡിയയുടെ മിനി സ്ക്രീനിലെ പ്രേക്ഷകരോട്, മൂവി വേൾഡ് മീഡിയക്ക് താങ്ക് യു വെരി മച്ച്. താങ്ക് യു ഫോർ കമ്മിങ് ആൻഡ് കവറിങ് ഓൾ ഓഫ് us. താങ്ക്സ്. താങ്ക് യു സോ മച്ച് സാർ. താങ്ക് യു. അതുപോലെ തന്നെ മോദി സാറിനോട് ചോദിക്കാനുള്ളത്, കാര്യം നമ്മളൊരു സീരിയൽ എടുക്കുമ്പം അതിന് ഒത്തിരി ബാക്കിൽ കുറേ കാര്യങ്ങളുണ്ട്. അത് ആർട്ടിസ്റ്റും അറിയാറില്ല. അതുപോലെ തന്നെ ബിഹൈൻഡ് ദി സ്ക്രീനിലുള്ള ആൾക്കാർ ആരും അറിയാറില്ല. സാറും സാറിൻ്റെ കോ പ്രൊഡ്യൂസറും ഒപ്പം ക്യാഷറും മാത്രമേ അറിയാറുള്ളൂ. ഇത് ഇപ്പോൾ ഒരു 500+ ആയിട്ടുണ്ട്, എപ്പിസോഡ്സ് ആവുന്നുണ്ട്. അപ്പോൾ ഈ നിമിഷം എന്താ പറയാനുള്ളത്? കാര്യം ഒരു നല്ലൊരു മൊമെൻറ്റിലാണ് നിൽക്കുന്ന എല്ലാവരും. ഈ നിമിഷം എന്താ പറയാനുള്ളത്? നമുക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഇപ്പം മിഡ്ലാൻഡിലും എന്തായാലും ഒരു 400 അബവ് പോയി കഴിഞ്ഞാൽ പിന്നെ അതൊരു സക്സസ് സ്റ്റോറിയാണത്. ഒരു നിയർലി 600 ക്രോസ് ചെയ്യുമ്പോൾ എന്തായാലും അതൊരു ഹിറ്റ് എന്നുള്ള രീതിയിലേക്ക് വരും. നമ്മുടെ ഫസ്റ്റ് പ്രോജക്റ്റ് പൂക്കാലം വരവായി ആയിരുന്നു. അന്ന് സാറ് തന്നെയായിരുന്നു ഞങ്ങളുടെ ഹെഡ്. സെക്കൻഡ് പ്രോജക്റ്റ് അമ്മമ്മകൾ, സാറ് തന്നെയായിരുന്നു. ഇപ്പം മിഡ്ലാൻഡിൽ വന്നതും സാറ് തന്നെയാണ് ഞങ്ങൾക്ക് പ്രോജക്റ്റ് തന്നത്. അപ്പോൾ പിന്നെ എൻ്റെ കൂടെയുള്ള എല്ലാവരും നന്നായിട്ട് കോപ്പറേറ്റ് ചെയ്തു. അപ്പോൾ അതുകൊണ്ട് ഷോ നന്നായിട്ട് പോകുന്നു. പിന്നെ ഇപ്പം 600 ആയി, കുഴപ്പമില്ല, പോകുന്നു, നന്നായിട്ട് പോകും. ഫസ്റ്റ് ടൈമാണ് ഞാനൊരു പ്രോഗ്രാം ഹെഡിനെ ഡയറക്റ്റായിട്ട് കാണുന്നത്. പല ചാനലിൽ പോകുമ്പോഴും കാണാൻ ശ്രമിച്ചിട്ടുണ്ട്. ലാസ്റ്റ് സൂര്യയുടെ ചാനലിൽ പോയപ്പോഴും, സൂര്യ ചാനലിലൊരു ഓഡിഷൻ പോയപ്പോഴും ഹെഡിനെ കാണാൻ സാധിച്ചില്ല. പക്ഷേ അവിടെ കിട്ടിയില്ല. അതെ, ഞങ്ങളാണേലും നമ്മൾ ചാനലിൽ ചെല്ലുമ്പോൾ ഞങ്ങൾക്കറിയാം സാറിനെ കാണാനായിട്ട് വലിയ പ്രൊഡ്യൂസേഴ്സ്, ഫിലിം പ്രൊഡ്യൂസേഴ്സ് വരെ വന്ന് ഒരു ദിവസമൊക്കെ വെയിറ്റ് ചെയ്തിരുന്നാണ് സാറിനെ കാണുന്നത്. സാറിപ്പോൾ എൻ്റെ ഫംഗ്ഷന് വന്നു എന്ന് പറഞ്ഞാൽ എനിക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. അൺബിലീവബിൾ ആണ്. സാർ, സന്തോഷം. ഒരു കാര്യം ചോദിച്ചോട്ടെ, എല്ലാവരും ഇവിടെ നിൽക്കുകയാണ്.
ഞാൻ പല ചാനൽസിലും പോയി പല ഇൻ്റർവ്യൂസും എടുക്കാറുണ്ട്, പലയിടത്തും പോകാറുണ്ട്. പക്ഷേ ഇതോട് ചോദിച്ചിട്ടില്ല. എൻ്റെ ഫേസ് ചാനലിൽ എപ്പോഴെങ്കിലും റിക്വസ്റ്റ് ആയിട്ട് വരികയാണെങ്കിൽ, സീരിയലിൽ അഭിനയിക്കാനായിട്ട് വരികയാണെങ്കിൽ റിജക്ട് ചെയ്യല്ലേ? ഏതെങ്കിലും അവിടെ പ്ലേസ് ചെയ്യാൻ ചുമ്മാ പറഞ്ഞത്. അപ്പോൾ അവിടേക്ക് വരികയാണെങ്കിൽ അവിടെ നമ്മുടെ DOP ഉണ്ട് അവിടെ അല്ലേ? അദ്ദേഹം എപ്പോഴും മാറി നിൽക്കേണ്ട ക്യാമറ ഇഷ്ടമില്ലാത്തൊരു വ്യക്തിയാണെന്ന് തോന്നുന്നു. ക്യാമറയിൽ നിൽക്കുന്ന ഒരാളാണ്. അപ്പോൾ ചേട്ടാ എന്താ പറയാനുള്ളത്? എനിക്ക് പറയാനുള്ള എല്ലാ സന്തോഷാരും മോഡലും പറഞ്ഞു എനിക്ക് പറയാനുള്ള എല്ലാവരും പറഞ്ഞു. നേരത്തെ നമുക്ക് എല്ലാവർക്കും അറിയാം, സീരിയലിൽ നിലനിൽക്കുന്ന ഒരാളാണ്. ഇല്ല, ഞങ്ങൾ വളരെ വിജയകരമായിട്ട് തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ 1000 എപ്പിസോഡാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ തീർച്ചയായിട്ടും ഞങ്ങൾ അതിൽ 1000 അല്ല 2000 വരട്ടെ. ആ സമയത്തും ഞാൻ നിങ്ങളുടെ ആഘോഷത്തിന് കൂടെ കാണും ഉറപ്പായിട്ടും. എന്നെ ഞങ്ങളുടെ മൂവികളുടെ മീഡിയയുടെ ഇൻവൈറ്റ് ചെയ്തതിൽ വളരെ സന്തോഷമുണ്ട് സാർ. ചേച്ചിക്ക് എന്താ പറയാനുള്ളത്? ഒന്ന് വന്നേ, ഇങ്ങോട്ട് വന്നേ, ക്യാമറയുടെ ഫ്രണ്ടിൽ വന്നേ. വളരെ സന്തോഷം, എല്ലാവരും എത്തിയതിൽ വളരെ സന്തോഷമുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടെ ഒരു ബൈ ബൈ പറയാം. നമ്മുടെ ക്രൂ എല്ലാം ഉണ്ടല്ലോ അല്ലേ? രാവിലേട്ടാ നമുക്ക് എല്ലാവർക്കും ഒരു ബൈ. ഈ നിമിഷം സാറിന് എന്താ പറയാനുള്ളത്? വളരെ സന്തോഷകരമായ ഒരു മുഹൂർത്തത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. നമ്മുടെ പ്രിയപ്പെട്ട പ്രൊഡ്യൂസറുടെ മോഡിയുടെ മകൻ്റെ ആദ്യ കുർബാന ചടങ്ങിൽ ഞങ്ങൾ പങ്കെടുക്കാൻ രാവിലെ എത്തി. ഇടയ്ക്കൊന്നിങ്ങനെ ഒന്ന് പുറത്തേക്ക് പോയതാണ്. എന്തായാലും വളരെ സന്തോഷം ഈ നല്ലൊരു മുഹൂർത്തത്തിൽ പങ്കുചേരാൻ കഴിഞ്ഞതിൽ. മോൻ എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു സോ മച്ച് സാർ. അപ്പോൾ എല്ലാവരും ഉണ്ട്. അപ്പോൾ ഇനി ആരാളുള്ള റൈറ്റർ സാറൊന്ന് പറഞ്ഞു പ്ലീസ്. നമ്മുടെ ഇതിൻ്റെ റൈറ്റർ മുരളി സാർ. മേക്കപ്പ് വേണ്ട സാറേ. നമസ്കാരം. മേക്കപ്പിൻ്റെ ആവശ്യമില്ല, നമുക്ക് എപ്പോഴും ജെന്യൂനാണ് നല്ലത്. റൈറ്റർ എപ്പോഴും ഒരു ജെന്യൂനായിട്ടുള്ള ആളായിരിക്കും റൈറ്റർ. അയാൾ യാതൊരു പ്രശ്നങ്ങൾ കണ്ട് കൂടുതൽ മേക്കപ്പ് ഇടാതെ അണിയറയിൽ ചെയ്യുന്ന ആളാണ്. മോഡിയുടെ അനുജനെ പോലെയാണ് ജെയിനും അനുജനെ പോലെയാണ്. ജെയിനോടെ കാണാൻ പറ്റിയില്ല. മോൻ എല്ലാ അനുഗ്രഹങ്ങളും നൽകുന്നു. താങ്ക് യു സോ മച്ച് സാർ. താങ്ക് യു. അപ്പോൾ നിങ്ങൾ എല്ലാവരെയും ഒരുവിധം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ആരാണുള്ള മാനേജർ? ചേട്ടാ, ഞാൻ ആദ്യം വിചാരിച്ചത് ഈ സീരിയലിലെ ഗുണ്ടാ കഥാപാത്രം ചെയ്യുന്ന ആളെന്ന് ഞാൻ വിചാരിച്ചു. അദ്ദേഹത്തെ കണ്ടപ്പോൾ എനിക്ക് അതുപോലെ തോന്നിയത്. ചേട്ടാ എന്താ പറയാനുള്ളത്? 2 വാക്ക് പറയാം. ഫിനാൻസ് ഞാൻ ആദ്യം ഗുണ്ടാന്ന് വിചാരിച്ചത്. 2018 ഞങ്ങൾ പൂക്കാലം വരെ തുടങ്ങുമ്പോൾ ഞങ്ങളുടെ കൂടുതൽ കട്ടയ്ക്കുണ്ട്. ഞാനിവിടെ വന്നപ്പോൾ മൊത്തം എന്നെ രൂക്ഷമായിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്ന ഏക വ്യക്തി ഇദ്ദേഹമാണ്. നമ്മൾ പൈസ വാങ്ങിക്കൂല, സ്നേഹം കൊണ്ട് വന്നതാ നമ്മുടെ ജിതിൻ ചേട്ടൻ്റെ കൂടെ. അപ്പം ഞാൻ ഓൾറെഡി പരിചയപ്പെടുത്തി ജിതിൻ ചേട്ടനാണ് നമ്മളിവിടെ കൊണ്ടുവന്നത്. സീരിയലിന്റെ കൺട്രോളറാണ്. അപ്പൊ ഇതാണ് ഫണ്ണ്, ഇതാണ് നമ്മുടെ മിഡ്ലൻഡിലും. വളരെ സന്തോഷം. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ടാറ്റ ബൈ ബൈ പറയാം. അപ്പോൾ ഇനി അടുത്ത ഏതെങ്കിലും ഒരു നല്ലൊരു ലൊക്കേഷനോട്ട് വരുന്നവരേക്കും സൈനിങ് മിഡ്ലൻഡിലും. ഒപ്പം അനീഷ് ഖാൻ. ടാറ്റ ബൈ ബൈ.